CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ വിജയനെതിരെ നിർണായക കണ്ടെത്തലുകളുമായി ഇ ഡി. വീണ വിജയന്റെ ഡയറിയിൽ നിന്ന് 20.05 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ വിവരങ്ങളും 85 ലക്ഷം രൂപ ദുബായിലേക്ക് കടത്തിയതിന്റെ രേഖകളും ലഭിച്ചു എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. ഹവാല ഇടപാടുകളുടെ രേഖകൾക്ക് പുറമെ മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡിന്റെ ഫോട്ടോയും ഡിജിറ്റൽ ഉപകരണങ്ങളും ഇന്നലെ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. തന്റെ വരുമാനത്തിനപ്പുറമുള്ള പണം വീണ കൈകാര്യം ചെയ്തതായി കണ്ടെത്തിയെന്നും ഇ ഡി പറയുന്നു. ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ഇ ഡി ഈ പറയുന്ന കാര്യങ്ങൾ, വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അത് വളരെ ഗൗരവമുള്ളതാണ്. ആ പിടിച്ചെടുത്ത രേഖകൾ അത് നിർണായകമാവുകയും ചെയ്യും. എന്താണ് ഇ ഡി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന? എൽദോ, ഇത് വളരെ ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. അതീവ ഗൗരവതരമായ നിഗമനങ്ങളിലേക്ക് ഇ ഡി ചെല്ലുന്നു. CMRL എക്സാലോജിക് മാസപ്പടി കേസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഹവാല ഇടപാട്, അതോടൊപ്പം തന്നെ ഈ വ്യാജ സിം കാർഡ്, ഈ ഇന്റർനെറ്റ് കോളിംഗ് തുടങ്ങിയ അടക്കമുള്ള നിരവധിയായ മേഖലകളിലേക്കടക്കം തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ നിർണായകമായ ദിശയിലേക്ക് കേസ് തിരിയുന്നതിന്റെ പ്രധാനമായ നിമിത്തമായിരിക്കുന്നത് എന്ന് പറയാം. ഇപ്പോൾ ഇവർ ഇ ഡിയുടെ തന്നെ വാർത്താക്കുറിപ്പ് പ്രകാരം പറയുന്നത് വീണ ടിയുടെ ഡയറിയിൽ സാമ്പത്തിക ഇടപാടുകളുടെ വിശദമായ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നതാണ്. ഏതാണ്ട് 20.5 കോടിയുടെ കണക്കുകൾ ഈ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് തന്നെ പറയുന്നു. വരുമാനത്തെക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകളാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് എന്നത്. അതിന്റെ മറ്റൊന്ന്, പണം ദുബായിലേക്ക് കൈമാറി വിദേശത്തേക്ക് കൈമാറിയതിന്റെ വിവരങ്ങളാണ് ലഭിച്ചത്. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചുവെന്ന കണ്ടെത്തൽ, അത് വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ്. അത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള നിരവധിയായ ആരോപണങ്ങൾ ഉയരുന്നത് പലപ്പോഴും തന്നെ വന്നിരിക്കുന്നത് ഈ പണം ഇവർക്ക് കൈപ്പറ്റിയിരിക്കുന്നു, പണം പലയിടങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു, ഹവാല ഇടപാട് നടന്നിരിക്കുന്നു എന്നതെല്ലാം തന്നെ തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്. അതിന്റെ ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു എന്നത് നിർണായകമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്. ഹവാല ഇടപാടുകളുടെ വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചതായിട്ട് തന്നെയാണ് ഈ വാർത്താക്കുറിപ്പ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് വളരെ ഗൗരവതരമായി മറ്റൊരാളുടെ പേരിലെ സിം കാർഡിന്റെ ഫോട്ടോയും ലഭിച്ചുവെന്ന് ഇ ഡി പറയുന്നു. ഈ സിം കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് കോളിന് വേണ്ടിയാണോ എന്നൊരു സംശയമാണ്. അതായത് ചില ഇടപാടുകൾ നടക്കുമ്പോൾ മറ്റൊരാളുടെ സിം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇത്തരം കാര്യങ്ങൾ ആ രീതിയിലേക്ക് ഇന്റർനെറ്റ് കോളുകൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇ ഡി പറയുന്നത്. ഈ സംശയത്തിനപ്പുറം അന്വേഷണം ചെല്ലേണ്ടതുണ്ട്. എങ്കിലും ഇ ഡി ആ രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോകുന്നു എന്നതാണ്. നിരവധിയായ ഡിജിറ്റൽ ഉപകരണങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ അത് കണ്ടെടുത്തതായിട്ട് തന്നെയാണ് ഇ ഡി പറയുകയും ചെയ്യുന്നത്. നാളിതുവരെയായി നടന്നിരിക്കുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെയാണ് CMRLുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഈ അന്വേഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം നടത്തിയ. ഇത്രമാത്രം തെളിവുകൾ ഇ ഡിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുമില്ലേ? തീർച്ചയായും എൽദോ, അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. കാരണം ഇനിയുള്ള ഒരു ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് അത് വളരെ നിർണായകമായിരിക്കുമെന്ന് കഴിഞ്ഞ തവണകളിലെല്ലാമായിട്ട് ഈ പരിശോധനകൾ പൂർത്തിയായിട്ട് പോകുമ്പോഴെല്ലാം തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇനിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നത് ഞെട്ടിപ്പിക്കുന്നതായ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിന് അടിവരയിടാം. ഇനി വീണ ടിയെ വിളിച്ച് അത് ഒരുപക്ഷെ ഒരു അറസ്റ്റ് അടക്കമുള്ള ഒരു മുഴുവൻ സാധ്യതകളും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഭർത്താവ് മുഹമ്മദ് റിയാസിലേക്ക് അടക്കം ചോദ്യം ചെയ്യൽ നീളാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകൾ നോക്കുക. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകൾ പൂർണ്ണമായും തന്നെ റിയാസിന്റെ സുഹൃത്തുക്കളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ആ പരിശോധനകളിലും തന്നെയും നിർണായക വിവരങ്ങൾ കണ്ടെത്തി എന്ന് തന്നെ ഇ ഡി
സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റിയാസിനെ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ അതീവ നിർണായകമായ നടപടികളിലേക്ക് തന്നെയാണ് ED കടന്നെത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൈകാതെ ഇവരെ നോട്ടീസ് അയപ്പിച്ച് വിളിപ്പിക്കുവാനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നിലുള്ളത്. കാരണം ഹവാല ഇടപാട് നടന്നതായിട്ട് തന്നെയാണ് EDയുടെ ഒരു കണ്ടെത്തലായിട്ട് പറയുന്നത്. ഒരു മാസപ്പടി കേസ് എന്ന രീതിയിൽ തുടങ്ങിയ ഒരു അന്വേഷണം അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം എന്ന രീതിയിലേക്ക് പലപ്പോഴും ഒരു രാഷ്ട്രീയ ആരോപണമായിട്ടായിരുന്നു അത് പലപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന EDയുടെ വിശദമായ കുറിപ്പുകളും കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. വൈകാതെ തന്നെ ഇതിൽ ഒരു ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. നിലവിൽ വീണ ഏതാണ്ട് 3 തവണയോളം തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. ഇനി ഉള്ള ചോദ്യം ചെയ്യൽ വളരെ നിർണായകമായിരിക്കും. അതിനു മുൻപ് മുഹമ്മദ് റിയാസിലേക്ക് കൂടി ഈ ചോദ്യം ചെയ്യൽ എത്തുമോ എന്നതാണ് അറിയേണ്ടത്. വളരെ നിർണായകമായിട്ടുള്ള ഗൗരവമുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. CMR ലെക്സാലോജി കേസിൽ വീണ വിജയനെതിരെ കൂടുതൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു എന്നാണ് ED വ്യക്തമാക്കുന്നത്. ഇനിയുള്ള ചോദ്യം ചെയ്യൽ അത് നിർണായകമാവുകയും ചെയ്യും. നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് ED കടക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത്.